ഇതൊന്തൊരു ഉറക്ക? ഏന്റി, ഏന്റി, ഞാൻ തരൂല. ഇത് മുഴുവനും എന്റെതാ. നീ പോയിട്ട് വേറെ ആരെങ്കിലും എടുത്തു തിന്നോ. എന്താ പറയുന്നത്? ആർക്കും കൊടുക്കാതെ എന്തോ ഒരു സാധനം തിന്നുന്ന സ്വപ്നം കണ്ടിട്ടാ ഉള്ളത്. നീ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കേ. ഏന്റി, ഏന്റി. തരൂലെന്ന് വെച്ചാ തരൂല. നീ ചോദിക്കണ്ട. ചട്ടി പൊട്ടി. ചട്ടിയാ? ഇത് വിടിയാ? എന്റെ ചട്ടിയും ചോറും എവിടെ? നിങ്ങൾ ചട്ടിയും ചോറും സ്വപ്നം കണ്ടു നിൽക്കുന്ന നമ്മളിത് എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാ? നമ്മളിത് എവിടെയാ ഉള്ളത്? അല്ലടാ, നമ്മളിതെങ്ങനെ ഇവിടെ എത്തിയത്? അറിയില്ല ആന്റി, ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും. എനിക്ക് തോന്നുന്നത് ഇതൊരു കാടാണെന്നാ. അല്ലടാ, ഇതെങ്ങനെ രാവിലെ ആയത്? രാത്രി കഴിഞ്ഞാ പിന്നെ രാവിലെ ആകില്ലേ? അതാവും. പിന്നെ ഇങ്ങനെ കിന്നാരം ചോദിക്കണ. എടാ സൽമാനെ, നിനക്ക് ആ റോസിയുടെ വീട്ടിന്റെ മതില് തുള്ളിയതല്ലാതെ വേറെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലടാ, ആ തുള്ളിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്തെന്നാ ഇങ്ങനെ വായും പോലെ നോക്കുന്നത്? അല്ലടാ, ആ റോസിയുടെ വീടിന്റെ മതിലെവിടെ? അത് കാണുന്നില്ലല്ലോ. അത് തന്നെയല്ലേ ഏരി പറഞ്ഞത്. നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അതെങ്ങനെ ഇവിടെ എത്തിയത്? ഇനി ചിലപ്പോൾ കാക്കയാറ്റം കൊത്തിക്കൊണ്ടിട്ടതാണോ? കാക്ക കൊത്തിക്കൊണ്ടിടാ നിങ്ങൾ എന്നാ പഴഞ്ചക്കിയാ? നമ്മളിങ്ങനെ ഓരോന്ന് ഇവിടെ പറഞ്ഞു നിന്നിട്ടെന്താ? നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കാം. എന്ത് വഴിയാടാ? എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. അതെന്നാ വീണത്? അതൊരു മരക്കൊമ്പിന്റെ കഷ്ണമാണ്. മനുഷ്യന്റെ തല പൊട്ടി. ഇത് നോക്ക്. നീയാണോ എന്റെ തലയിൽ മരക്കഷ്ണം തട്ടിയിട്ടത്? നിനക്ക് കണ്ണു കാണുന്നില്ലടാ കൊരങ്ങ. വെറുതെ അല്ലടാ നിന്നെ എല്ലാവരും കൊരങ്ങെന്ന് വിളിക്കുന്നത്. നിന്റെ കൊരങ്ങന്റെ പോലത്തെ സ്വഭാവം ഉള്ളത് കൊണ്ടാ കൊരങ്ങ. മനുഷ്യന്റെ തലയിൽ മരക്കഷ്ണം തള്ളിയിട്ടിട്ട് അവനവിടുന്ന് ഊഞ്ഞാലാടി കളിക്കുന്നു. ഇവിടെ ഞാൻ നിൽക്കുന്നത് നീ കണ്ടിട്ടില്ലേ? എന്റെ തല പൊട്ടിയെന്നാ തോന്നുന്നത്. നീ വെറും കൊരങ്ങനല്ലടാ കൊരങ്ങ. നീ ചിമ്പാൻസി കൊരങ്ങനാ, ചിമ്പാൻസി കൊരങ്ങൻ. ഓടിക്കോ. എടാ, ആ കൊരങ്ങൻ നമ്മുടെ പിന്നാലെ തന്നെ വന്നിട്ടില്ലല്ലോ. ഇല്ലെന്നാ തോന്നുന്നത്. തളർന്നു പോയി ഓടിയിട്ട്. എന്നാ എനിക്ക് ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇവിടുത്തെ മരത്തുമ്മലും കൊരങ്ങനുണ്ടോന്ന് നോക്കുന്നതാ. എന്നിട്ടെന്താ? നീ നോക്കണ്ട, അവിടെ ഇല്ല. എടാ, ഇനി നമ്മുടെ യാത്ര സൂക്ഷിച്ചിട്ട് വേണം. അത് തന്നെ, കൊരങ്ങൻ മാത്രമല്ല ആനയും സിംഹവും പുലിയും എല്ലാം ഉണ്ടാകും. അത് മാത്രമല്ലടാ, അതിന്റെ കൂടെ പ്രേതവും ഉണ്ടാകും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? അല്ലടാ, പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രേതം തന്നെ, അല്ലാണ്ട് വേറെ ആരുമല്ല. പ്രേതത്തിന്റെ സൗണ്ടാ അത്. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട്. എന്ത് നീ പറയുന്നതൊക്കെ? അതല്ല, പ്രേതത്തിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. അത് കേൾക്കുന്നില്ല. എനിക്ക് പേടിയാകുന്നു. ശരിക്കും നമ്മുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണുള്ളത്. നമ്മൾ ഇനി എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് നിൽക്കണം. നമുക്ക് ജീവിക്കണം. അങ്ങനെ ഒരു മൃഗത്തിനും പ്രേതത്തിനും നമ്മളെ കൊടുക്കരുത്. നമ്മൾ എത്ര എത്ര പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു, അതുപോലെ ഇതിൽ നിന്നും രക്ഷപ്പെടണം. അതെങ്ങനെ? നമ്മൾ എല്ലാത്തിൻ്റോടും അങ്ങോട്ടും പ്രതികരിക്കണം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അങ്ങോട്ടും ആക്രമിക്കണം. ഒരു സാധനത്തിനെ കണ്ടാൽ നമ്മൾ പേടിക്കരുത്. എന്താ? അതൊരു കൊതുവാ. ഇതാണോ നീ ഒരു സാധനത്തിനെ കണ്ടാലും പേടിക്കരുതെന്ന് പറഞ്ഞത്? അത് പിന്നെ പെട്ടെന്നത് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയതാ. നീ മാത്രമല്ല, നിന്റെ കളി കണ്ടിട്ട് ഞങ്ങളും പേടിച്ചു. എന്തായാലും നീ പറഞ്ഞത് കാര്യം തന്നെയാ. നമ്മൾ എന്തിനെ കണ്ടാലും പേടിച്ചു നിൽക്കരുത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അങ്ങോട്ടും ആക്രമിക്കണം. അപ്പോൾ ആന വന്നാലോ? അതിനനുസരിച്ചിട്ട് നമ്മൾ നീങ്ങണമേന്റി. എല്ലാത്തിനെയും കണ്ടിട്ട് പേടിച്ചോടിയാൽ അവസാനം നമ്മൾ തളർന്നു പോകും. അത് തന്നെ, ഇതൊരു വലിയ കാടാണ്. ഇവിടെ എല്ലാത്തരം മൃഗങ്ങളും ഉണ്ടാകും. അതൊക്കെ സാഹസികമായി കടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തുവാൻ. എന്നാൽ ഇവിടെ അതും പറഞ്ഞിങ്ങനെ നിൽക്കില്ല. നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകാം. എന്നാൽ നടക്ക്.
എന്നാ ചേച്ചി? ദാ, ഞാൻ അവിടെ ഒരു കാല് കണ്ടു. എന്ത് കാലാ? ആടാ, ആ മരത്തിന്റെ സൈഡിലേക്ക് ഒരു കാല് നീങ്ങുന്നത് കണ്ടു. എവിടെ ആന്റി? ഇവിടെ അല്ലടാ, ആ മരത്തിന്റെ സൈഡില്. ഞാനൊന്നും കണ്ടില്ലല്ലോ. വിശ്വാസമാവുന്നില്ലെങ്കിൽ നീ പോയിട്ട് ആ മരത്തിന്റെ സൈഡിൽ എത്തി നോക്ക്. ഞാൻ പോവില്ല, എനക്ക് പേടിയാ. എന്നാലും അതാരുടെ കാലായിരിക്കും? നേരത്തെ വന്ന ആ കിളവി പണങ്ങളുടെ കാലായിരിക്കുമോ? എന്തായാലും അത് മനുഷ്യന്റെ കാലാകുവാൻ സാധ്യതയില്ല. ഈ കാട്ടിൽ മനുഷ്യൻ വന്നാൽ മൃഗമല്ലെങ്കിൽ ആ പ്രേതം എങ്ങനെയെങ്കിലും കൊല്ലുമെന്നല്ലേ ആ മുത്തശ്ശി പറഞ്ഞത്. അപ്പോൾ അത് പ്രേതത്തിന്റെ കാല് തന്നെയായിരിക്കും. നിങ്ങൾ വെറും കാല് മാത്രമാണോ കണ്ടത്? ഒരു കാല് ആ മരത്തിന്റെ സൈഡിലേക്ക് നീങ്ങുന്നത് കണ്ടു. എന്നിട്ടെന്താ അത് മരത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നീങ്ങി വരാത്തത്? ചിലപ്പോൾ അത് ആ മരത്തിന്റെ സൈഡിലുണ്ടാകും, ഒളിച്ചു നിൽക്കുന്നു. അത് പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരുമോ? ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലടാ. സാധാരണ സിനിമയിലെല്ലാം മുന്നിൽ പ്രേതത്തിനെ കണ്ടാൽ പെട്ടെന്ന് കാണാതാകും. പിന്നെ ആ പ്രേതം വരിക പിന്നിലായിരിക്കും. അപ്പോൾ നമ്മുടെ പിന്നിലുണ്ടാകുമോ ആ പ്രേതം? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? റെഡി, 1 2 3. എന്നാ? അല്ല, അവിടെ പ്രേതണ്ടാ? പിന്നെ നിങ്ങൾ എന്തിനാ ഏന്റി ഓടിയത്? അല്ല, അവിടെ പ്രേതം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചോടിയതാ. ഓ എന്റെ ഏന്റി, നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഞങ്ങളെ പേടിപ്പിക്കല്ല. വാ, നമുക്ക് പോയിട്ട് ആ മരത്തിന്റെ പിന്നിൽ പോയി നോക്കാം. മരത്തിന്റെ പിന്നിലാ? ആ, അവിടെ തന്നെ. ദാ, അവിടെയല്ലേ ആ കാല് കണ്ടത്? ഏന്റി, നിങ്ങൾ കാല് കണ്ടിനി എന്ന് പറയുന്നേ, പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. എന്താ സംഭവം എന്ന് നമുക്ക് പോയി നോക്കാം. അത് നീ പറഞ്ഞത് കാര്യ. വെറുതെ ഇങ്ങനെ പേടിച്ച് നിന്നിട്ടെന്താ, നമുക്ക് പോയി നോക്കാം. എന്നാൽ നടക്ക്. എടാ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ? ഇനി ആലോചിക്കൊന്നും വേണ്ട, നിങ്ങൾ വാ. ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ ആദ്യം മെല്ലെ ഒന്ന് നടക്ക്. എന്താടാ? ഒന്നുമില്ല. നോക്ക്, ഇവിടെ ഒന്നുമില്ല. അതിനാണോടാ നീ ഇങ്ങനെ പേടിപ്പിക്കും പോലെ പറഞ്ഞത്? അല്ലടാ, ഞാൻ വിചാരിച്ചു ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ കുഞ്ഞാമിത്തല്ല പറഞ്ഞത് ഇതിന്റെ പിന്നിലേക്ക് കാല് പോകുന്നത് കണ്ടിനെന്നൊക്കെ. കണ്ടിനടാ, പക്ഷെ അതിപ്പോൾ എവിടെ? അത് ഈ മരത്തിന്റെ മുകളിലാറ്റം കയറിയിട്ടുണ്ടാകുമോ? അപ്പോൾ നിങ്ങൾ കണ്ടത് കുരങ്ങിന്റെ കാലാറ്റാണോ? അല്ലടാ, മനുഷ്യന്റെ കാല്. എന്നിട്ട് ആ കാലിപ്പോൾ എവിടെ? ആ, എനിക്കറിയില്ല. ആ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ കാല് കണ്ടിനെന്ന്? കണ്ടിനടാ, പക്ഷെ അതിപ്പോൾ എവിടെയാ പോയതെന്ന് എനിക്ക് അറിയില്ല. ആ, വല്ല അണ്ണാന്റെ കുരങ്ങന്റെ ആയിട്ട് കാല് കണ്ടിട്ടുണ്ടാകും. അതായിരിക്കും ഇങ്ങനെ ആനക്കാര്യം പോലെ പറഞ്ഞത്. നീ വാടൈക്രു, ഇവിടെ ഒന്നുമില്ല. എടാ, ഉണ്ടായിരുന്നടാ. ഇങ്ങളൊന്നും മിണ്ടാണ്ട് വന്നേ. എന്നാലും അത് എവിടെയാ പോയത്? നിങ്ങൾ അത് നോക്കി നിൽക്കുന്ന? അല്ലടാ, എന്നാലും അതെവിടെയാ പോയത്? അങ്ങ് അമേരിക്കയില്. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് വന്നേ. അവിടുന്ന് വായുമ്പോൾ നോക്കി നിൽക്കുന്നേ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന അതിന്റെ ഇടയ്ക്കൽ ഓരോന്നും കൊണ്ട് വരുന്നു. എന്നാലും അത് എവിടെ പോയി? ഇനി വല്ല സിംഹവോ പുലിയോ തിന്നതാറ്റമായിരിക്കുമോ? എന്തെങ്കിലും ആകട്ടെ. അല്ല, എന്നാ നിങ്ങൾ ഉദ്ദേശം? നിങ്ങളോടല്ലേ ഞാൻ മര്യാദയ്ക്ക് എന്റെ പിറകെ വരാൻ പറഞ്ഞത്? അതിന്റെ അടുത്ത് നിങ്ങൾ പിന്നെയും എന്തിനാ മേലോട്ട് വായുമ്പോൾ നോക്കി നിൽക്കുന്നേ? അല്ലടാ, ഞാൻ നേരത്തെ ആ മരത്തിന്റെ പിന്നിൽ കണ്ട കാല് ആരുടേതാ? എന്റെ ഏന്റി, അത് നമുക്കറിയില്ലല്ലോ. നമ്മൾ അവിടെ പോയപ്പോൾ അത് കാണുന്നില്ലല്ലോ. അത് തന്നെടാ, എന്നാലും ആ കാലെവിടെ പോയി? ആ, അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഈ കാല് നോക്കിക്കോ. ഇതാ മതിയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങള്. മര്യാദക്ക് ഇങ്ങോട്ടേക്ക് നടക്ക്. വല്ല അണ്ണാന്റെ കുരങ്ങന്റെ ആറ്റം കാല് കണ്ടിട്ട് അത് മനുഷ്യന്റെ കാലാന്ന് പറഞ്ഞ് നടക്കുന്നേ. എടാ, അത് സത്യമായിട്ട് മനുഷ്യന്റെ കാലാ. നിങ്ങളൊന്നും മിണ്ടാണ്ട് നടന്നേ. ഓരോരു കുന്തവും കൊണ്ട് വന്നിക്ക്. അല്ലാതെ വേറെന്ത് ചെയ്യുവാനാ? അല്ലടാ, മുന്നോട്ട് പോകുമ്പോൾ എനിക്കെന്തോ ഒരു അപകടം പോലെ. ശരിക്കും നമ്മൾ കാടിന്റെ ഉള്ളിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്നാ സൗണ്ട്? ആരോ ഓടിക്കളിക്കുന്ന സൗണ്ട് അല്ലേ അത്? ഈ കാട്ടിൽ നിന്ന് ആരോടിക്കളിക്കാനാ? പ്രേതം അല്ലാതെ വേറെ ആരാ?
സുഷു. അയ്യേ താനോ? നിങ്ങളായിരുന്നോ? തന്നെയും കൊണ്ട് ഇതെന്തൊരു ശല്യമാടോ. താൻ എങ്ങനെയാടോ ഇവിടെ എത്തിയത്? അത് നിങ്ങൾ മതില് ചാടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ സുഷു മതില് ചാടുകയാണെന്ന്. താൻ ഇത് എത്രാമത്തെ പ്രാവശ്യാടോ തന്റെ പുഷുവാണെന്ന് പറഞ്ഞിട്ട് എന്നെ കയറി പിടിക്കുന്നത്? സോറി, എന്നോട് മാറിപ്പോകുന്നതാ. ഇയാളെ പുഷു ഇതെവിടെയാ പോയത്? പുഷു അല്ല, സുഷു. ഒരു പശു. എന്താ? ഓഹോ, അപ്പോൾ താനാണില്ലേ അത്? അത് ഞാനല്ല, ഇതാ ഞാന്. ഡൈക്രോ, ഞാൻ നേരത്തെ ഒരു മരത്തിന്റെ അടുത്ത് ഒരു കാല് കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതാണിത്. നിങ്ങൾ എന്താ പറയുന്നത്? ആടാ, ഞാൻ നേരത്തെ കണ്ട ആ വൃത്തികെട്ട കാലാണ് ദാ ഇയാളുടെ കാല്. താനെന്തിനാടോ ആ മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നത്? അത് ഞാൻ പേടിച്ചിട്ട്. അല്ല ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ എവിടെ എത്തിയത്? ഒന്നും മര്യാദക്ക് അറിയില്ലടാ. ഞാൻ ഇവള് മതില് തുള്ളുന്നത് കണ്ടപ്പോൾ എന്റെ സുഷി തുള്ളുന്നതാണെന്ന് കരുതി ഞാനും പിന്നാലെ തുള്ളിയതാ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നിതാ ഈ കാട്ടിലാണ് ഞാൻ ഉള്ളത്. ഞങ്ങളും അങ്ങനെ തന്നെയാ. ആ മതില് തുള്ളിയതിന് പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അല്ലടോ, താൻ ഇത് പറ. എന്ത്? താനെന്തിനാ ആ മരത്തിന്റെ പിന്നാലെ ഒളിച്ചതെന്ന്? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേടിച്ചിട്ട് ഒളിച്ചതാണെന്ന്. അതെന്തിനാ താൻ പേടിച്ചത്? അത് പിന്നെ കാട്ടിൽ വന്നാൽ ആർക്കാണെങ്കിലും പേടിയാകില്ലേ, വല്ല ആനയോ സിംഹവോ ഉണ്ടാകുമെന്ന് കരുതി. ഓഹോ, അപ്പോൾ താൻ അതുകൊണ്ടാണ് പേടിച്ചത്? എന്നാൽ താൻ ഒന്നും കൂടി പേടിച്ചോ. ഇവിടെ ആനയും സിംഹവും മാത്രമല്ല ഉള്ളത്, അതിന്റെ കൂടെ പ്രേതവുമുണ്ട്. പ്രേതം. അയ്യോ, അയ്യേ, മാറി നിക്കടോ വൃത്തികെട്ടവൻ. അയ്യോ, അത് നിങ്ങൾ പ്രേതം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയതാണ്. ഇനി അങ്ങനെ പറഞ്ഞ ഞാൻ കുറച്ച് മൊഞ്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടക്കിടക്കിടക്കിടക്ക് എന്നെ കയറി പിടിക്കണേ. സോറി. അവന്റെ ഒരു ലോറി. ലോറി അല്ല, സോറി. തനിക്കിപ്പോൾ മനസ്സിലായില്ലേ? എന്ത്? ഞാൻ തന്റെ പുഷു അല്ലെന്ന്. പുഷു അല്ല, സുഷു. ആ പശു തന്നെ. അതെനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? എന്നാൽ താൻ ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട, താൻ പോട്. പോകാനോ? ഞാൻ പോവില്ല. അതെന്താണ് താൻ പോവാത്തത്? എനിക്ക് പേടിയാ. നിങ്ങളല്ല പറഞ്ഞത് ഇവിടെ പ്രേതമുണ്ടെന്ന്. അതിനെന്താടോ, പ്രേതം അതിന്റെ വഴിക്ക് പോകും, താൻ പോട്. നിങ്ങൾക്കൊന്നും ഈ പ്രേതത്തിനെ പേടിയില്ലേ? ഇല്ല, എനിക്ക് പേടിയില്ല. എന്നാൽ നിങ്ങളൊന്ന് വന്ന് എന്നെ എന്റെ വീട്ടിലേക്കാക്കി തരുമോ? എന്റെ അല്ലോ, ഇയാൾ പോകില്ലെന്നാ തോന്നുന്നത്. ഇവിടെ എന്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി എനിക്കറിയില്ല. അപ്പോഴല്ലേ ഇയാളുടെ വീട്ടിലേക്കുള്ള വഴി അന്വേഷിക്കുന്നേ. എന്താ ആലോചിക്കുന്നത്? എന്നെ എന്റെ വീട്ടിലേക്കാക്കി തരുമോ? ഒന്ന് പോടാ അവിടുന്ന്, എനിക്കിപ്പോൾ അതല്ലേ പണി. അയ്യോ, അങ്ങനെ പറയല്ല. കുട്ടികളെ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഒന്നില്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിലേക്കാക്കിത്താ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ട്. എടാ, അയാളെ കൂട്ടില്ലാന്ന് പറ. കൂട്ടും ചേട്ടാ. എടാ, കൂട്ടുന്നില്ല, കൂട്ടില്ലാന്ന്. ഏഞ്ചൊന്ന് പോയേ, പാവം ചേട്ടൻ. അതന്നെ, ഈ അപകടം പിടിച്ച ഈ കാട്ടിൽ അയാളെ തനിച്ചു വിടണോ? എന്നാലും ഒരെന്നാലും ഇല്ല. അത്രക്ക് നിർബന്ധാണെങ്കിൽ നിങ്ങൾ വേറെ പോട്. ഞാൻ വേറെ പോകാനാ? ഞാൻ പോവൂല. എന്നാൽ മിണ്ടാണ്ട് അയാളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വാ. എന്താടോ? കുട്ടികൾ പറഞ്ഞു എന്നെയും കൂട്ടിയിട്ട് നടക്കുവാൻ. അതിന് ഇന്നാ എന്റെ കയ്യും പിടിച്ച് എന്നെയും കൂട്ടി നടന്നോ. അയ്യേ, തന്റെ കയ്യും പിടിച്ചിട്ട് ഞാൻ നടക്കുവാനാ? ആഹാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. അവന്റെ ഒരു പൂതി. അല്ല, ഞാൻ പറഞ്ഞതല്ല, കുട്ടികൾ പറഞ്ഞതാണ്. അവര് തന്റെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാനല്ല പറഞ്ഞത്, തന്നെ ഞങ്ങളോടൊപ്പം കൂട്ടി നടക്കുവാനാ. ഓഹോ, അങ്ങനെയായിരുന്നോ? അങ്ങനെ തന്നെയാ. ഓം വിചാരിച്ച് എന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നല്ല രസത്തിൽ നടക്കാമെന്ന്. വേണമെങ്കിൽ എന്റെ ബാക്കിൽ തന്നെ നടന്നോ, അല്ലാണ്ട് ഞാൻ കൈയൊന്നും പിടിക്കില്ല. താനെന്തിനാടാ ചിരിക്കുന്നത്? എന്നെ കളിയാക്കി ചിരിച്ചതായിരിക്കും അല്ലേ? എന്റെ ഏന്റി, അയാളൊന്നും അല്ലാതെ ചിരിച്ചത്. പിന്നാരാ? നീയാ? എന്റെ ഏന്റി, ഞങ്ങൾ ആരുമല്ല, അത് പ്രേതമാണ്, പ്രേതം. അയ്യോ, പ്രേത. ഈ പ്രേതം ഇപ്പോൾ വരുമോ? ഞാൻ ചോദിച്ചിട്ടില്ല. തന്റെ ഫോണും എടുക്ക്, ഞാൻ വിളിച്ചു ചോദിക്കാം ഇപ്പോൾ വരുമോ എന്ന്. അല്ല പിന്നെ എടോ, പ്രേതത്തിന് അങ്ങനെ സമയമൊന്നുമില്ല, അതിന് തോന്നുമ്പോൾ അത് വരും. അല്ല, ഈ സിനിമയിലൊക്കെ പ്രേതം രാത്രിയിലല്ലേ വരിക, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ.
എല്ലാവർക്കും അങ്ങനെ തന്നെയാടാ ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാടാ, നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഒരു ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ വിളിച്ച് കാര്യം പറയാമായിരുന്നു. പാവം, അവർ നമ്മളെ കാണാഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ടാകും. ആ ഫോൺ ഇയാൾ എടുത്തുണ്ടാകും. തനിക്ക് ഫോണില്ലേ? ആ ഉണ്ട്. കണ്ടാ, ഞാനുള്ളത് കൊണ്ട് ഈ ഫോണൊക്കെ പെട്ടെന്ന് സംഘടിപ്പിക്കുവാൻ പറ്റുന്നുണ്ട്. ഈ കുഞ്ഞാമി ആരാ മോൾ? ബായ് മോൾ നിൽക്കാണ്ട് താനാ ഫോണും എടുക്കേ. അതിന് ആ ഫോൺ എന്റെ അടുത്തില്ല, എന്റെ സുഷുവിന്റെ അടുത്താണുള്ളത്. എന്ത്? അവള് നീ ഇട്ട പോലത്തെ കളർ ഡ്രസ്സായിരുന്നു ഇട്ടത്. ആ കളർ ഡ്രസ് ഇട്ടപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ എന്റെ ഫോൺ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു കുറേ ഫോട്ടോസ് എടുക്കുവാൻ. അതുകൊണ്ട് എന്റെ ഫോൺ അവളുടെ അടുത്താണുള്ളത്. ഞാൻ വലിയ ഓവറാക്കിയിട്ട് ഇപ്പോൾ ചമ്മിപ്പോയാ. പിന്നെ താനല്ലടോ പറഞ്ഞത് തനിക്ക് ഫോൺ ഉണ്ടെന്ന്? എനിക്ക് ഫോണുണ്ട്, പക്ഷെ എന്റെ ഫോൺ അങ്ങ് സുഷുവിന്റെ അടുത്താണുള്ളത്. ഏതാണ് ആ പുഷു? അവളെയും കൊണ്ട് ഇതെന്തൊരടങ്ങാറാ. എന്റെ സുഷു ഇപ്പോൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും ലേ. ഒന്ന് പോടാ അവിടുന്ന്. എന്നാ രണ്ടാളും വായുമ്പോൾ നോക്കി നിൽക്കുന്നത്? അങ്ങ് നടന്നൂടെ? അതെന്നാ ഒരു ചുവപ്പ് കളർ? ഈ ചോരയാണോ? അയ്യോ അല്ലടാ, അത് നമ്മുടെ അമ്മിണിയാണ്. അമ്മിണിയാ? ഈ അവളിങ്ങനെ ഇവിടെ എത്തിയത്? വാടാ, നമുക്ക് പോയി നോക്കാം. അമ്മിണി, അമ്മിണി ഒന്ന് എഴുന്നേൽക്ക്. അവളെന്താ എഴുന്നേൽക്കാത്തത്? അമ്മിണി ബോധമുണ്ട്. എന്റെ അല്ലാ, എവിടെയാ ഉള്ളത്? എന്ത് ഭൂതോ? ആ ഇക്രു അല്ല പറഞ്ഞത് ഭൂതമുണ്ടെന്ന്. എന്റെ ഭൂതമല്ല, ബോധം. അമ്മിണിക്ക് ബോധമുണ്ടെന്നാ പറഞ്ഞത്. ഓ, അപ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞതില്ലേ? അമ്മിണി, എഴുന്നേൽക്കമ്മിണി. ഈ നിങ്ങളോ? എനിക്ക് സമാധാനമായി. നിങ്ങൾക്കാർക്കും ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ലടി, ഞങ്ങൾക്കാർക്കും ഒന്നും പറ്റിയില്ല. രക്ഷപ്പെട്ടു. എന്താടി? അല്ല, നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ നിങ്ങളെയും അന്വേഷിച്ചിറങ്ങിയതാണ്. ഞങ്ങളെയും അന്വേഷിച്ചോ? അപ്പോൾ നിനക്കെങ്ങനെയാ മനസ്സിലായത് ഞങ്ങൾ ഇവിടെ ഉള്ളതെന്ന്? നിങ്ങൾ ആ മതിൽ തുള്ളുന്നത് ഞാൻ കണ്ടിരുന്നു. മതിൽ തുള്ളരുതെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അപ്പോഴത്തേക്കും നിങ്ങൾ തുള്ളിക്കഴിഞ്ഞിരുന്നു. അമ്മിണി, നീ ഉദ്ദേശിക്കും പോലത്തെ ഒരു സാധാരണ കാടല്ല ഇത്. എല്ലാം എനിക്കറിയാമടാ. നിനക്കറിയാമെന്നോ? അറിയാം. അതുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് മതിൽ തുള്ളരുതെന്നും പറഞ്ഞ് ഓടി വരാൻ നോക്കിയത്. പക്ഷെ അപ്പോഴത്തേക്കും നിങ്ങൾ തുള്ളിക്കഴിഞ്ഞിരുന്നു. അല്ല അമ്മിണി, എല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനാടി ഈ കാട്ടിലേക്ക് തനിച്ചു വന്നത്? നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി. ഞങ്ങളെ രക്ഷിക്കുവാനോ? അതെ, നിങ്ങൾക്ക് ഈ കാടിനെ പറ്റി ഒന്നും അറിയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നിനക്കറിയാമോ ഈ കാടിനെ പറ്റി എല്ലാം? എനിക്കറിയാം. ഈ കാട്ടിൽ ഒരാത്മാവ് അലഞ്ഞു നടക്കുന്നുണ്ട്. ദോഷമാവല്ലട്ടാ, ആത്മാവ്. അതിന് ഞാൻ ദോഷമാവാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ പറയും മുന്നേ ഞാനങ്ങ് പറഞ്ഞു തന്നതാ. ഹലോ, എന്താ? അധികം ഓവറാക്കണ്ടട്ടാ. അയാൾ നിങ്ങളെ പോലെയല്ല, അയാൾക്കെല്ലാം അറിയാം. നിങ്ങൾക്കല്ലേ ഈ ആത്മാവും ദോഷമാവും ഒന്നും തിരിച്ചറിയാത്തത്? എനിക്കറിയാലോ. ഇപ്പൊ അറിയാം. നേരത്തെ അറിയാമോ? നേരത്തെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? നേരത്തെ ആത്മാവെന്ന് കേട്ടപ്പോൾ നിങ്ങളല്ലേ ചോദിച്ചത് അതേത് ദോഷമാവാണെന്ന്? എന്നിട്ട് അയാളുടെ മുന്നിൽ പോയിട്ട് വലിയ ഓവറാക്കുന്നു. അല്ല അമ്മിണി, ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാടി ഈ കാട്ടിലേക്ക് വന്നത്? നിനക്ക് പേടിയില്ലേ? നിന്റെ ജീവനും അപകടത്തിലാവില്ലേ? ഇല്ലടാ, എനിക്കൊന്നും പറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം. അതെന്താ നീ അങ്ങനെ പറയുന്നത്? എടാ, ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഈ കാടിനെ പറ്റി കേട്ടിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഞാൻ കേട്ടത് ഈ ആത്മാവ് പെൺകുട്ടികളെ ഒന്നും ചെയ്യാറില്ല എന്നാണ്. എടോ കളവാ, താൻ പേടിച്ചോടോ? ഞാൻ പേടിക്കില്ല. കാരണം ആ പ്രേതം പെൺകുട്ടികളെ ഒന്നും ചെയ്യില്ല. അയ്യോ കുഞ്ഞാമിത്ത, എന്താടി? ആ പ്രേതം നമ്മളെ രണ്ടാളെയും ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? അയ്യോ, ചെയ്യും കുഞ്ഞാമിത്ത. എന്ത് ചെയ്യുമെന്നോ? ആ കുഞ്ഞാമിത്ത, എന്നെ പോലത്തെ ചെറിയ പെൺകുട്ടികളെയാണ് ചെയ്യാത്തത്. നിങ്ങൾ വലിയ പെണ്ണുങ്ങളല്ലേ? സാരയില്ലട്ടാ, നീയും പേടിച്ചോ.
മതി, ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട. എന്നാലും എന്താടാ കളവാ? അവള് പറഞ്ഞത് താൻ കേട്ടില്ലേ? എല്ലാം മതിയെന്ന്. പിന്നെ എന്തിനാ പിന്നെ മതന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നത്? ഭയങ്കര കാറ്റ്. ആ, ഇനി ചിലപ്പോൾ നല്ല മഴ വരുന്നുണ്ടാകും. ഏയ്, ഇത് മഴയൊന്നും വരുന്നതല്ല. അതെന്താ? എനിക്ക് തോന്നുന്നത് ഇതാ പ്രേതം കളിക്കുന്ന കളിയാണെന്നാ. അമ്മിണി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ല. ഞാൻ പേടിപ്പിച്ചതൊന്നുമല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നല്ല കാറ്റാണല്ലോ. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചാൽ അത് അപകടമാകില്ലേ? അതെ, നമ്മുടെ തലയിൽ മരങ്ങൾ വീഴും. തന്റോടല്ല ഞാൻ ചോദിച്ചത്. ആന്റി, ഈ ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനെ കാറ്റടിച്ചാൽ മരങ്ങളൊക്കെ നമ്മുടെ തലയിൽ വീഴും. എന്നാലും പാവം കൊരങ്ങൻ ലേ. നമ്മുടെ തലയിൽ മരം വീഴുന്നതിന് കൊരങ്ങൻ എന്തിനാ പാവമാവുന്നത്? തന്റോടാരും പറഞ്ഞിട്ടില്ല. ആ ചേട്ടൻ ചോദിച്ചത് കാര്യം തന്നെയല്ലേ? മരങ്ങൾ നമ്മുടെ തലയിൽ വീഴുന്നതിന് കൊരങ്ങൻ എന്തിനാ പാവമാവുന്നത്? എടാ പൊട്ട, ഇത്ര വലിയ കാറ്റടിച്ചാൽ കൊരങ്ങൻ അങ്ങ് പാറിപ്പോകില്ലേ? പാവം കൊരങ്ങൻ ഉണ്ടാകും ഈ കാറ്റത്ത് ഓരോരോ മരത്തുമ്മൽ നിന്നിങ്ങനെ ആടി ആടി കളിച്ചങ്ങ് പാറിപ്പോകുന്നു. ആ കൊരങ്ങന്മാർക്ക് നമ്മളെപ്പോലെ ഇങ്ങനെ കാറ്റത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയൊന്നുമില്ലല്ലോ. അയ്യോ, കാറ്റ് കൂടി കൂടി വരുന്നുണ്ടല്ലോ. വേഗം എല്ലാവരും പിടിച്ചു നിൽക്ക്, ചിലപ്പോൾ നമ്മൾ തന്നെ പാറിപ്പോകും. കുഞ്ഞമ്മി. കുഞ്ഞമ്മിയല്ല, കുഞ്ഞാമി. ആ കുഞ്ഞാമി, ഇന്നാ നീയും കൈ പിടിക്ക്, അല്ലെങ്കിൽ പാറിപ്പോകും. അയ്യേ, തന്റെ ഈ വൃത്തികെട്ട കൈ ഞാൻ പിടിക്കാനോ? തന്റെ പുഷുവിനോട് ചെന്നിട്ട് പറയടോ. പുഷു അല്ല, സുഷു. താനിങ്ങനെ കൈയും പൊന്തിച്ച് നിൽക്കണ്ട. തന്റെ ഈ വൃത്തികെട്ട കൈ ഞാൻ പിടിക്കില്ല. കാറ്റ് നല്ലോണം കൂടി വന്നല്ലോ. അയ്യോ, ഞാൻ പറന്നു പോകുന്നേ. എടാ, എന്നെ പിടിക്കേ. അയ്യോ, ഏന്റി പറന്നുപോയി. സൽമാനെ, ഏന്റിയെ രക്ഷിക്കടാ. എങ്ങനെ രക്ഷിക്കാനാടാ? ഈ കാറ്റ് നടിഞ്ഞാൽ നിന്റെ ഏന്റി താഴേക്ക് തന്നെ വീഴും. എന്നാലും ഏന്റി ഇത് എവിടെ പോയി? മേലോട്ട് പറന്നു പോകുന്നത് കണ്ടിന്, പിന്നെ കാണുന്നില്ലല്ലോ. വല്ല മരത്തുമ്മലും വവ്വാല് തൂങ്ങിക്കിടക്കും പോലെ കിടക്കുന്നുണ്ടാകും. അയ്യോ ഏന്റി. കാറ്റ് അടങ്ങുന്നുണ്ട്. കാറ്റ് നടിഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. അത് തന്നെ, നമ്മൾ ഈ കാറ്റത്ത് എവിടെ പോയി നോക്കുവാനാ? അതെന്താടാ ഒരു സൗണ്ട്? അത് ചെന്നായ്ക്കൾ കരയുകയാണ്. അയ്യോ, അതിന്റെ മുന്നിലാട്ടം പെട്ടാൽ പിന്നെ നമ്മുടെ കാര്യം തീർന്ന്. ആ ചെന്നായ്ക്കൾ നമ്മളെ കടിച്ചു കീറും. അയ്യോ, ഏന്റി ഇപ്പോൾ പറന്ന് ആ ചെന്നായ്ക്കളുടെ നടുവിൽ എത്തുമോന്ന് എന്റെ പേടി. ഇല്ലടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നീ പേടിക്കണ്ട. ആ സൗണ്ട് നമ്മുടെ അടുത്ത് നിന്നല്ലേ കേട്ടത്? അതെ, ഇനി ചിലപ്പോൾ അത് നമ്മുടെ പിന്നിലുണ്ടാകുമോ? അയ്യോ, എനിക്ക് പേടിയാകുന്നു. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ നോക്കില്ല, എനിക്ക് പേടിയാ. ഞാനും നോക്കില്ല, എനിക്കും പേടിയാ. നോക്കടാ, നോക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പിറകിൽ വന്ന് കടിക്കും. അയ്യോ, എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ മക്കളെ, ചെന്നായിയുടെ മുന്നിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ല. ചെന്നായ്ക്കൾ നമ്മളെ കടിച്ച് ചീന്തും. മക്കളെ, നിങ്ങൾ കരയില്ല. അയ്യോ, എനിക്ക് പേടിയാകുന്നു. അതെന്താ ഓടി വരാത്തത്? അത് ഏത് നിമിഷവും ഓടി വരാൻ സാധ്യതയുണ്ട്. അത് മുന്നോട്ട് മെല്ലെ മെല്ലെ നടന്ന് വരുന്നുണ്ടോ? ആ, വരുന്നുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ഓടിയാലോ? ഓടിയാൽ നമ്മുടെ പിറകെ തന്നെ അതും ഓടും. അത് തന്നെ, നമ്മളിൽ നിന്നും ഒരാളെ അത് കൊല്ലുകയും ചെയ്യും. എന്തെങ്കിലും ചെയ്യ്, അത് നടന്ന് ഇങ്ങോട്ടെത്തി. മക്കളെ, എനിക്ക് നിങ്ങളെ പോലെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ആ ചെന്നായ എന്നെ കടിക്കും. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ മക്കളെ? അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ല. അത് തന്നെ ചേട്ടാ, കൊല്ലുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊല്ലട്ടെ. ഒന്നില്ലെങ്കിൽ ഈ ചെന്നായ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ പ്രേതം നമ്മളെ കൊല്ലും. എന്തായാലും നമ്മൾ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചെന്നായ നടന്ന് ഇങ്ങോട്ടെത്തിയല്ലോ. അയ്യോ മമ്മി. മക്കളെ, കരഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ. നമ്മളെ രക്ഷിക്കുവാൻ ഈ കാട്ടിൽ നിന്നും ആരും വരില്ല. അയ്യോ, എവിടുന്നൊക്കെയോ ചെന്നായകൾ കരയുന്നുണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ ഇവിടെ വരുമോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരുമായിരിക്കും.
നോക്കുന്നത്? നിനക്കങ്ങനെ തോന്നുന്നാടി? അത് എന്നെ നോക്കുന്നുണ്ട്. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നിങ്ങളും ഇവിടെയുണ്ടോ? എവിടെ? ഈ ആകാശത്തില്. ഏന്റി ഇപ്പോൾ ആകാശത്തിലൊന്നല്ല ഉള്ളത്, ഇങ്ങ് ഭൂമിയിൽ തന്നെയാ. എടാ, നിന്റെ ഏന്റിക്ക് മനസ്സിലായിട്ടില്ല അവർ ചെന്നായിയുടെ പുറത്താണുള്ളതെന്ന്. ആടാ, ആ ചെന്നായിയുടെ ബോധം പോയിന്നാ തോന്നുന്നത്. അത് നിലത്ത് പറ്റി കിടന്നിട്ടാന്നല്ലോ ഉള്ളത്. എടാ, ആ ചെന്നായിക്ക് ബോധം വന്ന് അതിന്റെ ഇളക്കി കളിക്കുന്നേ. ഏന്റി, അവിടെ നിന്ന് എഴുന്നേൽക്ക്. എടാ, ഈ ഭൂമിയുടെ ഇളകി കളിക്കുന്നു. എന്റെ കുഞ്ഞാവിത്ത, ഭൂമി ഇളകുന്നതൊന്നുമല്ല. എന്നടാ ഇളകുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെയും കൊണ്ട് എന്റെ കുഞ്ഞാവിത്ത, നിങ്ങൾ എവിടെയാണ് ഇരുന്നതെന്ന് നോക്ക്. ഞാൻ ഈ പാറയമല്ലേ ഇരുന്നത്? എന്റെ അള്ളോ, ഇതൊന്നും സാധന. കുഞ്ഞാവിത്ത, അത് ചെന്നായാണ്, ചെന്നായ. എന്റെ അള്ളോ, ചെന്നായ. എന്റെ അള്ളോ, ആ ചെന്നായിന്റെ പുറത്താ ഞാൻ ഇത്ര സമയം ഇരുന്നത്. ആ ഏന്റിയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഞാൻ രക്ഷിച്ചെന്നോ? ഞാൻ രക്ഷിച്ചെന്നോ? ആ കുഞ്ഞാമിത്ത, നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതപ്പോ ഏന്റി, ആ ചെന്നായി ഞങ്ങളെ കടിച്ചു തിന്നാൻ വരികയായിരുന്നു. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അപ്പോഴാ ഏന്റി പെട്ടെന്ന് പറന്നു വന്ന് ആ ചെന്നായിയുടെ ദേഹത്തേക്ക് വീണത്. അപ്പോൾ ശരിക്കും ഞാനാണോ നിങ്ങളെ രക്ഷിച്ചത്? ആ കുഞ്ഞമ്മി. കുഞ്ഞമ്മിയല്ല, കുഞ്ഞാമി. ആ, നീ തന്നെയാണ് രക്ഷിച്ചത്. നീ വന്നില്ലായിരുന്നെങ്കിൽ ആ ചെന്നായ ഞങ്ങളെ എല്ലാവരെയും കൊന്നു കളഞ്ഞേനെ. ഞാനൊരു സംഭവം തന്നെ. ഇപ്പോഴാണ് സമാധാനമായത്. അതെന്നടാ, നമ്മൾ വിചാരിച്ചത് ആ ചെന്നായ നമ്മളെ ഇപ്പോൾ കൊല്ലുമെന്നായിരുന്നില്ലേ? എന്റെ കുഞ്ഞാമിത്ത, നിങ്ങളൊരു സംഭവം തന്നെ. ഇതൊക്കെ ചെറുത്. ഞാനിങ്ങനെ പലരെയും സഹായിച്ചിക്കേ. എന്റെ അള്ളോ, തുടങ്ങി തള്ളാനി. നിങ്ങളെ ആ ചെന്നായ പിടിക്കാൻ വരുന്നത് ഞാനിങ്ങനെ ആ മരത്തിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടത്തേക്ക് പറന്നെത്തിയത്. അല്ലാണ്ട് നിങ്ങൾ കാറ്റത്ത് ഇടിഞ്ഞു വീണതല്ലേ? കുറെ സമയമായി ഓരോന്ന് പറഞ്ഞു തള്ളുന്നു. മരത്തിൽ നിന്നും പറന്ന് വന്നിക്ക് പോലും. നിങ്ങളാരാ മരത്തിൽ നിന്ന് പറന്നു വരാൻ? സ്പൈഡർമാനാ? ഇങ്ങക്കെന്നെ തിന്നിക്കില്ല. നിങ്ങൾ ഭൂമിയിലെ ആകാശത്തിലെ ഉള്ളതെന്ന് എന്നിട്ട് തള്ളുന്നു. അധികം ഓവറാക്കാൻ നിൽക്കണ്ട. നിങ്ങളറ്റം ആ ചെന്നായ എന്റെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പേടിച്ച് മൂത്രം വെച്ച് ഓടിയേനെ. ആ ചെന്നായ ഞങ്ങളുടെ മുന്നിൽ വരെ വന്നിട്ട് ഞങ്ങൾ ഓടാതെ ഇവിടെ പിടിച്ചു നിന്നു. അതാണ് ഞങ്ങളുടെ ധൈര്യം. നിങ്ങൾ വെറും ശിക്കാരി ശമ്പുവാ, ശിക്കാരി ശമ്പു. എന്റെ അള്ളോ, എന്തോ കരയുന്നുണ്ട്. കണ്ടാ, ഇത്രേ ഞങ്ങളുള്ളൂ. ഈ കാടൊക്കെ നോക്ക്. എന്താ ഭംഗി കാണാൻ ല്ലേ? ആഹാ, നല്ല തണുപ്പുമുണ്ട് ഇവിടെ. എന്താ കാറ്റും. നല്ല സുഖമുണ്ട് ഇതിലൂട്ട് ഇങ്ങനെ നടക്കാൻ ല്ലേ? എന്താടാ? അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നതാ. നിങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയതാണോ അല്ലെങ്കിൽ ഇവിടത്തേക്ക് ടൂർ വന്നതാണോ? കുറെ സമയമായി നല്ല കാറ്റാ തണുപ്പാന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നു. വല്ല പ്രേതോ മൃഗോ കൊല്ലുന്നതിന് മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ബായും പൊളിന്ന് നിൽക്കാണ്ട് വേഗം നടന്നൂടെ? കുഞ്ഞാമിത്ത പറഞ്ഞതൊക്കെ ശരി തന്നെയാടാ. അതെ അതെ, ഇവിടെ നല്ല തണുപ്പും കാറ്റൊക്കെ ഇല്ലേ? ഈ മരമൊക്കെ നോക്ക്, എന്താ ഭംഗി കാണുവാൻ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളൊന്നും ബായും പോയിട്ട് നടന്നേ. ഇക്രു, അമ്മനെ, നിങ്ങളും ഈ പെണ്ണുങ്ങളെ പോലെ ഇവിടെ ടൂർ വന്നെന്നാണ് വിചാരിക്കുന്നത്? എന്താടാ, എന്തിനാടാ നീ ഇങ്ങനെ ചൂടാവുന്നത്? ഡാ, നിങ്ങൾക്കൊന്നും എന്താടാ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? നമ്മുടെ ജീവൻ വരെ ഇവിടെ അപകടത്തിലാണുള്ളത്. ഡാ, അതൊക്കെ അറിയാടാ. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ കളിക്കുന്നത്? ഡാ, എന്തായാലും നമ്മളെ ആ പ്രേതമല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം കൊല്ലും. അപ്പോൾ നമ്മൾ ഏത് നിമിഷവും മരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? നമുക്ക് നമ്മുടെ ഓരോരോ നിമിഷവും ആസ്വദിക്കാം. ഇങ്ങനെ വെറുതെ പേടിച്ച് നിന്നിട്ടെന്താ? അത് അവൻ പറഞ്ഞത് കാര്യമാണ്. എന്തായാലും നമ്മൾ ഈ കാട്ടിൽ നിന്നും ജീവനോടെ തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ജീവനോടെ തന്നെ തിരിച്ചു പോകാം. അതെങ്ങനെ? എന്തെങ്കിലും വഴിയുണ്ടാകും, നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഈ കാട്ടിൽ പെട്ടു, ഇനി പറഞ്ഞിട്ടെന്താ? ഇവിടെയുള്ള ഓരോരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാം, അല്ലാണ്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. അതന്നെ. ഡായിക്രു, നീ വാ, നമുക്ക് ഈ മരത്തിലിരുന്ന് ഊഞ്ഞാലാടാലോ. ഊഞ്ഞാലാ? അതെവിടെ? ഇതാ കുഞ്ഞാമിത്ത, ഇതാ ഞാൻ പറഞ്ഞ ഊഞ്ഞാലി. അതെന്ത് ഊഞ്ഞാലാ? ഇത് ഈ മരത്തിലുണ്ടാകുന്ന വള്ളിയാണ്. ഇതിൽ പിടിച്ച് ഇങ്ങനെ ആടിക്കളിക്കുവാൻ നല്ല രസമാ. ആണോ?
നിങ്ങൾ വാ. എന്നാൽ അവിടെ നിൽക്ക്, ഞാനും വരുന്നേ. എന്താ ആന്റി, വാ പിടിച്ച് കയറി. ശരിക്കും നിങ്ങൾ ഇവിടുന്ന് കാണുമ്പോഴില്ലേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കൊരങ്ങനെ പോലെയുണ്ട്. ആ സൽമാൻ പറഞ്ഞത് ശരിയാ. നിങ്ങൾ വായി തുറന്നാൽ ഇങ്ങനത്തെയാ പറയൂലേ കുഞ്ഞാമിത്ത. അതിന് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ലോ. നിങ്ങളെ കുറ്റം പറഞ്ഞ തന്നെയാ. നീ അത് വിടുന്ന അല്ല, നീ ഇവിടെ ഉണ്ടേനാ? എന്താ? അല്ല, നേരത്തെ ഇനി വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞത് കേട്ടിക്കല്ലോ. എന്നിട്ട് ഫസ്റ്റ് നീ ആ മരത്തുമക്കാരി പോയത്? അതെ ഏന്റി പറഞ്ഞത് കാര്യ. നീ നേരത്തെ വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞിക്കല്ലോ സൽമാനെ. അത് പിന്നെ മര്യാദക്ക് പിടിച്ചിരുന്നോ, അല്ലെങ്കിൽ മൂക്കും കുത്തി വീഴും. ഡൈക്രൂ, നീ അങ്ങോട്ട് മാറിയേ, ഞാനും ഒന്ന് പിടിച്ചു ഊഞ്ഞാലാടട്ടെ. ഇനി അടിക്കോ ഏന്റി, ആ വള്ളിയിൽ തന്നെ പിടിച്ചാടിക്കോ. ഏത്? ഈ വള്ളിയിലാ? അതെന്നാ സൗണ്ട്? സൽമാൻ വീണോ? സൽമാനെ, ഇവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്നാ സൗണ്ട് കേട്ടത്? അതിന് ഞാനല്ല വീണത്. എന്തോ ഒരു മൃഗത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്റെ കുഞ്ഞാമിത്ത, ഒരു മൃഗത്തിന്റെ സൗണ്ട് അല്ല അത്. നിങ്ങൾ ആ പാവം മനുഷ്യന്റെ കാല് ചവിട്ടണ്ട. ഈ കാലാ? കാല് കാല്. അയ്യാ, ഇയാൾക്ക് ഇതെന്നാ പറ്റിയത്? അയ്യോ, എന്ത് പറ്റി ചേട്ടാ? വേറെന്ത് പറ്റാനേ? നിങ്ങളൊക്കെ ഓരോ വള്ളിയിൽ പിടിച്ച് തൂങ്ങുന്നത് കണ്ടിട്ട് അയാളും ഒരു വള്ളിയിൽ പിടിച്ച് തൂങ്ങിയതാ. എന്നിട്ടോ? എന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ ദാ ചക്ക വീണതുപോലെ വീണത്? അയ്യാ, കുഞ്ഞമ്മേ ഒന്നെന്റെ കൈ പിടിക്കുവാ. കുഞ്ഞമ്മിയല്ല, കുഞ്ഞാമി. ഓ അയ്യാ, മക്കളെ നിങ്ങളൊന്നും ഇതിന്മേൽ പിടിച്ചിട്ട് ആടി കളിക്കണ്ട. എന്നെ പോലെ ഇടിഞ്ഞ് താഴോട്ട് വീഴും. അല്ല ചേട്ടാ, എന്തെങ്കിലും പറ്റിക്കോ? ഇനി എന്ത് പറ്റുവാൻ? മനുഷ്യന്റെ എല്ല് മുതൽ പല്ല് വരെ പൊട്ടിയെന്നാ തോന്നുന്നത്. കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് കിളവനായ താനെന്തിനാണ് അങ്ങനെ കളിച്ചത്? കളവിയായ നീയും കളിക്കാൻ വന്നിനല്ലോ. ആരാടാ കളവി? എന്താടാ? നിങ്ങൾ കിളവിയാണ് പോലും, കിളവി. ആഹാ, നിന്നെ ഞാനിന്ന് ശരിയാക്കി തരടാ. കുറെ കാലമായി അവൻ ഓരോന്ന് പറയുന്നു. അയ്യോ കുഞ്ഞാമിത്ത, കാല് പിടിച്ച് വലിക്കരുതേ. ഇപ്പൊ ശരിയാക്കി തരടാ. കുഞ്ഞാമിത്ത, നിങ്ങൾ തമാശ കളിക്കല്ല. ആരാ പറഞ്ഞത് തമാശയാണെന്ന്? ഞാൻ കാര്യം തന്നെയാ കളിക്കുന്നത്. അയ്യോ കുഞ്ഞാമിത്ത, ഞാൻ തലയടിച്ച് വീഴും. വീഴട്ടെ, അതിനെന്താ? അയ്യോ മാറിക്കോ, എന്റെ കാല് സ്ലിപ്പായി. എന്റെ മൂക്ക് പഞ്ചറായിന്നാ തോന്നുന്നത്. അയ്യോ, വല്ലതും പറ്റിയോ? അയ്യാ, എന്റെ മൂക്കിന് എന്തെങ്കിലും പറ്റിക്കാ? പറ്റിക്ക്. എന്റെ മൂക്കിന് എന്തൊക്കെയോ പറ്റി. എന്തൊക്കെയോ അല്ല ഏന്റി, ഒരു ചപ്പാണ് പറ്റിയത്. ഈ ചപ്പ? ഞാൻ വിചാരിച്ചെന്റെ മൂക്ക് പോയിന്ന്. ഒന്ന് എണീച്ച് പോയിവിടെ. നമ്മൾ ഈ മരത്തിനെ കൊണ്ടല്ലേ സ്കൂളിൽ നിന്ന് പഠിച്ചത്? ആടി, ഇതല്ലേ ബനിയൻ ട്രീ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. എന്ത്? ഈ ബനിയൻ തന്നെ? ബനിയൻ തന്നെ. നീയല്ല പറഞ്ഞത് ഈ ബനിയൻ ഉണ്ടാകുന്ന മരമാണെന്ന്? എന്റെ ആന്റി, ഞാൻ ബനിയൻ ഉണ്ടാകുന്ന മരം എന്നാണോ പറഞ്ഞത്? ബനിയൻ ട്രീ എന്നല്ലേ പറഞ്ഞത്? അത് നീ ഈ മരത്തിനെ കൊണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ മരത്തിന്റെ പേരാണ് ബനിയൻ ട്രീ. അങ്ങനെ ഒരു മരത്തിന് ബനിയൻ എന്ന് പേരുണ്ടെങ്കിൽ ആ മരത്തുമ്മൽ ബനിയൻ ഉണ്ടാകുന്നത് കൊണ്ടല്ലേ? ഈ മാങ്ങ മരത്തുമ്മൽ മാങ്ങ ഉണ്ടാകും, ചക്ക മരത്തുമ്മൽ ചക്ക ഉണ്ടാകും. അപ്പോൾ ബനിയൻ മരത്തുമ്മൽ ബനിയൻ ഉണ്ടാകണ്ടേ? ഞാൻ വിചാരിച്ച് 2-3 ബനിയൻ അങ്ങ് പറിക്കാമെന്ന്. എടാ, ഇവർ വിചാരിക്കുന്നത് മാങ്ങ പറിക്കും പോലെ ബനിയനും മരത്തിൽ നിന്ന് പറിക്കാമെന്ന്. ഇതിന്മേൽ ഒറ്റ ബനിയനും ഉണ്ടായിട്ടില്ല. ഡൈക്രൂ, ഇത് ജോക്കി ബനിയനായിരിക്കുമോ? എന്ത്? അല്ലടാ, ഓരോരോ മാവുമ്മൽ ഓരോരോ തരം മാങ്ങ ഉണ്ടാകാറില്ലേ? അതുപോലെ ഓരോരോ ബനിയൻ മരത്തുമ്മലും ഓരോരോ തരം ബനിയൻ ഉണ്ടാകില്ലേ? എന്റെ സുലൈമാനിക്ക ജോക്കിന്റെ ബനിയൻ ഇടാറ്. ചിലപ്പോൾ ഈ മരത്തുമ്മൽ ജോക്കിന്റെ ബനിയൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ബനിയൻ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ഈ ട്രൗസർ ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാ? എന്താ ചെയ്യാ, എന്റെ ഏന്റിക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. നീ വിഷമിക്കണ്ടടാ, ഈ പെണ്ണുങ്ങളെ വായി ഞാൻ പൂട്ടിത്തരാം. എന്റെ കുഞ്ഞാമിത്ത, എന്താടാ? ഇങ്ങക്കെന്നാ ശരിക്കും വേണ്ടത്? രണ്ടും വേണമായിരുന്നു, ബനിയനും ട്രൗസറും.
ആഹാ, ബനിയനും ട്രൗസറും എടുക്കാൻ നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഷോപ്പിലാണ് ഉള്ളത്. കുറെ സമയമായി എന്ന് പറയുന്നത്. നിങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? അതെങ്ങനെ മനസ്സിലാക്കാനാ? പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. അതിങ്ങക്ക് ഇല്ലാലോ. ഇത് ബനിയൻ ഉണ്ടാക്കുന്ന മരം എന്നല്ല പറഞ്ഞത്. ഈ മരത്തിന്റെ പേരാണ് ബനിയൻ. ബനിയൻ മരം എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിൽ ബനിയൻ ഉണ്ടാകാറില്ലേ? ബനിയനല്ല, ഷഡ്ഡി ഉണ്ടാവുക. എനിക്ക് മാടണം. സൽമാനെ, നല്ല രസമുണ്ട്. വാ, നിങ്ങളും കയറി. നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി ഇറങ്ങിയത്? നല്ല രസമുണ്ടടാ, ഞാൻ വേറെ വള്ളിയിൽ പിടിച്ചു കയറാൻ ഇറങ്ങിയതാ. എന്നാൽ ഞാനും ഒരു വലിയ വള്ളിയിൽ പിടിച്ചാടട്ടെ. ഏത് വള്ളിയിലാ ഇപ്പോൾ പിടിക്കാ? ആ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് നോക്ക്. സുലൈമാനെ നോക്കിയേ, ഞാൻ ഊഞ്ഞാലാടുന്നത്. അങ്ങോട്ടിങ്ങോട്ടും ആടാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. നിങ്ങൾ ഇത് എവിടെയാ ഉള്ളത്? ഈ ഊഞ്ഞാലിൽ തന്നെ. നീ കാണുന്നില്ലേ? എന്റെ കുഞ്ഞാമിത്ത, അത് ഊഞ്ഞാലല്ല. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് നോക്ക്. ആനയാ? ഓടിക്കോ. ഓടല്ല, എന്നെ കൂട്ട്. നിന്റെ ഏന്റി ആനയുടെ പുറത്ത് തന്നെയാണല്ലോ ഉള്ളത്. ആടാ, നമ്മൾ ഏന്റി അവിടെ ആക്കിയിട്ട് ഓടി വന്നത് മോശമായി പോയി. ഒന്ന് പോടാ അവിടുന്ന്. ആനയെ കണ്ടാൽ പിന്നെ ഓടില്ല ആരായാലും. എന്നാലും എന്റെ ഏന്റി പാവം, നീ അത് നോക്കിയേ. എന്റെ അല്ലോ, ഇതിന്റെ മൂക്കിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത്ര നേരം മൂഞ്ഞാലാടിയത്. ആ ആന കുഞ്ഞാമിത്താനെയും കൊണ്ട് എവിടേക്കാ പോകുന്ന? അയ്യോ, നമ്മളെന്നിപ്പ ചെയ്യാ? സൽമാനെ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്റെ ഏന്റി ഒന്ന് രക്ഷിക്കടാ. നീ ഇങ്ങനെ വിഷമിക്കാതെ. അത് ആനയായി പോയി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ആ ആനയുടെ ഒരു ചവിട്ടിനാ നമ്മളൊക്കെ ഉള്ളൂ. സുലൈമാനെ, അമ്മിണി, ആരെങ്കിലും എന്നൊന്ന് രക്ഷിക്കടാ. എന്റെ അല്ലോ, ഈ ആന ഇതെവിടെ എന്നെയും കൊണ്ട് പോകുന്നത്? എടാ ആനെ, ആളിറങ്ങാനുണ്ടടാ, ആളിറങ്ങാനുണ്ട്. നീ എന്നെ ഇവിടെ ഇറക്കിയിട്ട് എവിടെ വേണമെങ്കിലും പോട്. വലിയ ആനയുടെ ചെവി പോലത്തെ ചെവി ഉണ്ടല്ലോ നിനക്ക്. എന്നിട്ടെന്താ ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാത്തത്? ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. എടാ സൽമാനെ, നമുക്ക് കുഞ്ഞാമിത്താന്റെ പിറകെ പോയി നോക്കിയാലോ? അതാ നല്ലത്. എന്താ ചേട്ടാ? കാലുവേദനയായിട്ട് ഇരുന്നതാണ് ഞാനിവിടെ. എന്നെ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുവാൻ ഈ മരക്കൊമ്പ് സമ്മതിക്കുന്നില്ല. ഏത് മരക്കൊമ്പ്? എന്താ മക്കളെ? ചേട്ടാ, അവിടെ എന്താ പ്രശ്നോ? പിന്നെയും വന്നല്ലോ ഈ മരക്കൊമ്പ്. ഇതാ മക്കളെ ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെ നിന്നാലും ഈ മരക്കൊമ്പ് എന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇതിനെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. അങ്ങോട്ട് നിക്ക്. നിനക്ക് എന്താടാ വേണ്ടത്? ആനയാ? ആന തന്നെ. അയ്യോ, ഈ ആനയാണോ എന്നെ ഇത്രയും സമയം ഇങ്ങനെ തോണ്ടി തോണ്ടി കളിച്ചത്? അല്ല മക്കളെ, നിങ്ങളാരും എന്താ ഓടാത്തത്? ആന ഓടുന്നില്ലല്ലോ ചേട്ടാ, അതുകൊണ്ടാ ഞങ്ങളും ഓടാത്തത്. എടാ പൊട്ടന്മാരെ, ആന ഓടുന്നതും കാത്തു നിൽക്കുകയാണ് നിങ്ങൾ. വേഗം ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ. അയ്യോ, ഏന്റി പേടിച്ചൊരു വഴി ആയിക്ക്. ആനയുടെ സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അതെ, ഈ ഭാഗത്ത് മുഴുവനും ആനയാണെന്നാ തോന്നുന്നത്. അയ്യോ, ഏന്റിയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വേഗം മാറി നിൽക്കാമായിരുന്നു. നമ്മളൊരു വല്ലാത്ത കുരുക്കിൽ തന്നെയാണല്ലോടാ ഉള്ളത്. അയ്യോ, ആന വീണ്, ആന വീണ്. ആനയാ? ഇതാണോ ആന? അല്ല ചേട്ടാ, ഇത് വീണത് കണ്ടിട്ടാണോ നിങ്ങൾ ആന വീണ് എന്ന് പറഞ്ഞത്? അതേനും വീണത്. ഞാൻ വിചാരിച്ച് ആന ഊരി വീണതാണെന്ന്.